നാം ചെയ്യുന്ന പാപങ്ങൾക്ക്, തെറ്റുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ശിക്ഷിക്കുകയോ അതിന്റെ പേരിൽ പരീക്ഷണങ്ങളോ പ്രയാസങ്ങളോ ഇവിടെ വന്നുകൊള്ളണമെന്നോ ഇല്ല. എന്നാൽ ഈ ലോകത്തോട് വിട പറയുന്ന അവസരം മുതൽ നാം ചെയ്ത നന്മകൾക്ക് സ്വർഗീയമായ അനുഭൂതിയും നാം ചെയ്ത തിന്മകൾക്ക് പാപമോചനം അല്ലാഹു നൽകാത്ത തിന്മകൾക്ക് നരകീയമായ അനുഭൂതിയും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. അപ്പോൾ ഈ ലോകത്തോട് നമുക്കൊരു വിട പറച്ചിലുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാവരും ഈ ലോകത്ത് നിന്ന് പിരിഞ്ഞു പോകും. പുതിയ ഒരു തലമുറ ഇവിടെ കടന്നു വരും. നമ്മൾ കയ്യാളിയ എല്ലാ സ്ഥാനങ്ങളും എല്ലാ സൗകര്യങ്ങളും ആ പുതിയ തലമുറ ആസ്വദിക്കും. ആ ബോധം വളരെ കൃത്യമായി വിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. വിശുദ്ധ ഖുർആൻ നമ്മെ അത് വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ആത്മാവും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും. വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ, എല്ലാവർക്കുമുള്ള പരിപൂർണമായ പ്രതിഫലം ഈ ലോകത്തല്ല, നാളെ പരലോകത്താണ്. അതാണ് കഴിഞ്ഞ 2 ആഴ്ചകളിലായി നാം സൂചിപ്പിച്ചത്. കഷ്ടപ്പെടുന്നവർ, പ്രയാസപ്പെടുന്നവർ, കുറ്റപ്പെടുത്തലുകളും കളിയാക്കലുകളും സഹിച്ചവർ, ഇതിനൊക്കെയുള്ള പ്രതിഫലം നാളെ പരലോകത്താണ്. ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന, അവിടെ ആരാണോ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത്, ഫഖദ് ഫാസ്, ആ മനുഷ്യനാണ് വിജയി. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, ഐഹിക ജീവിതം എന്നത്, അതായത് ഞാനും നിങ്ങളും ഇപ്പോൾ ജീവിക്കുന്ന ഈ ജീവിതം എന്നത് മനുഷ്യനെ കബളിപ്പിക്കാനുള്ള ഒരു വിഭവം മാത്രമാണ് എന്നാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഖുർആൻ വളരെ കൃത്യമായി മരണബോധത്തെക്കുറിച്ച്, മരണചിന്തയെക്കുറിച്ച് നമ്മെ ഉണർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ മരിച്ചു എന്ന് പറഞ്ഞാലും നാം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ മരണാനന്തര ജീവിതം നന്നായി തീരാനാണ്. ഒരാൾ മരണപ്പെട്ടു എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ പോലും നമ്മൾ പറയുന്നത് എന്താണ്? ഒരാൾ മരിച്ചു, അത് ആരാകട്ടെ, ഒരാൾ മരിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതാ മരിച്ചയാൾക്കുള്ള പ്രാർത്ഥനയല്ല. നമ്മൾ അപ്പോഴും ചെയ്യുന്നത് നമ്മുടെ മരണത്തെ കുറിച്ച് ഓർക്കുകയാണ്. ഇന്നയാള് മരിച്ചു കേട്ടോ, അപ്പൊ നമ്മൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്നാ ലില്ലാഹി, നമ്മൾ അല്ലാഹുവിനുള്ളവരാണ്, നമ്മളും അല്ലാഹുവിനുള്ളവരാണ്. വ ഇന്നാ ഇലൈഹി റാജിഊൻ, നമ്മളും ആ അല്ലാഹുവിങ്കലേക്ക് മടങ്ങും. അതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഒരാൾ മരിച്ചു എന്നറിയുമ്പോ നമ്മൾ പറയുന്നത് ഞാനും മരിക്കുമെന്നാണ്, ഞങ്ങളും മരിക്കും. അയാൾ അല്ലാഹുവിനുള്ള ആളായിരുന്നു, അയാൾ മരണപ്പെട്ടു പോയി. ഇനി ഞങ്ങൾ അല്ലാഹുവിനുള്ള ആളുകളാണ്, ഞങ്ങളുടെ മടക്കവും അല്ലാഹുവിങ്കലേക്കാണ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരാളുടെ മരണം പോലും നമ്മുടെ ജീവിതത്തിൽ ഓർക്കുന്നത് നമ്മുടെ മരണത്തെക്കുറിച്ചുള്ള ചിന്തയും ആലോചനയുമാണ്. അപ്പൊ അത് വിശ്വാസികളുടെ ഒരു പ്രത്യേകതയാണ്. പിന്നെ മരണശേഷം നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ പരലോകത്തിന് വേണ്ടിയുള്ളതാണ്. ഒരാൾ മരിച്ചു എന്ന് പറയുമ്പോ അത് സ്ട്രോക്ക് വന്ന് മരണപ്പെട്ടു, അല്ലെങ്കിൽ ക്യാൻസർ വന്ന് മരണപ്പെട്ടു, കിഡ്നി രോഗമായിരുന്നു, അറ്റാക്ക് ആയിരുന്നു എന്നൊക്കെ പറയുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ഏതെങ്കിലുമൊക്കെ ഒരു രോഗം വരാം, വരാതിരിക്കാം, അങ്ങനെ ഞാനും മരിക്കും. ഏതെങ്കിലുമൊക്കെ ഒരു രോഗം വന്ന് ഞാനും ഈ ഏതെങ്കിലും ഒരു രോഗം വന്ന് ഞാനും മരണപ്പെടും എന്ന ബോധമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. നമ്മൾ നമ്മുടെ ശരീരത്തെ ശ്രദ്ധിക്കുന്നതും
നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എക്സസൈസുകൾ ചെയ്യുന്നതുമൊക്കെ മരിക്കാനിരിക്കാനുള്ളതല്ല, മരിക്കാതിരിക്കാനല്ല. കാരണം നമ്മുടെ ഡേറ്റ് ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളത് ചെയ്യുന്നത് ശരീരം എന്ന നിലക്ക് നമ്മുടെ ശരീരത്തോട് നമുക്ക് നിർവഹിക്കാനുള്ള ചില ബാധ്യതകളുണ്ട്. ശരീരം ശുദ്ധിയാക്കണം, അത് ശരീരത്തോടുള്ള ഒരു ബാധ്യതയാണ്. ആ ശരീരത്തെ ജീവിക്കുന്ന കാലം നല്ല രൂപത്തിൽ ജീവിക്കുവാനുള്ള നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു ശ്രദ്ധക്ക് വേണ്ടിയാണ് നമ്മൾ കുറെ കാര്യം ചെയ്യുന്നത്. അത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച കാര്യമാണ്. അതിന്റെ ഒന്നും അർത്ഥം നമ്മുടെ ആയുസ് അതുകൊണ്ട് നീളുന്നുള്ളതല്ല. പിന്നെയോ, നമ്മൾ ജീവിക്കുന്ന കാലം നല്ല രൂപത്തിൽ ജീവിക്കാൻ നമ്മളോട് മതം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു എന്നതാണ്. ആ ബോധം ആർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ? മുസ്ലിങ്ങൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലാത്ത ആളുകൾക്ക് ഉണ്ടാവില്ല. അല്ലാത്ത ആളുകൾ എന്താ ചിന്തിക്കറിയോ? ഇങ്ങനെയൊക്കെ ചെയ്താൽ എനിക്കൊരു 20 കൊല്ലം കിട്ടൂല. അത് ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ മരണം എന്നത് നമ്മുടെ ജീവിതത്തിൽ ഉറപ്പാണ്. ആ മരണം ഈ മനുഷ്യരെന്ന നിലക്ക് നമ്മളെല്ലാവരും അനുഭവിക്കേണ്ട ഒന്നാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒന്ന്, മരണപ്പെട്ട് കഴിഞ്ഞാൽ, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ മരണത്തെ കുറിച്ച് ഓർക്കാനുള്ളതും ആ മരണാനന്തര കർമ്മങ്ങളിൽ നാം പങ്കെടുക്കുന്നത് പോലും നമ്മുടെ ജീവിതത്തിലെ നന്മക്കും നമ്മുടെ മരണാനന്തര ജീവിതം നന്നായി തീരാനും വേണ്ടിയാണ്. അയാൾക്കും അതിന്റെ പ്രതിഫലം കിട്ടും. അള്ളാഹു സ്വീകരിച്ചാൽ, നമ്മൾ പ്രാർത്ഥിച്ചാൽ അയാൾക്കും അതിന്റെ പ്രതിഫലം ലഭിക്കും. അതുകൊണ്ട് മയ്യിത്ത് കാണുക, മയ്യിത്ത് നമസ്കാരത്തിന് വേണ്ടി പോകുക, തസ്ബീത്ത് ചൊല്ലുക, ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവിടെ എത്തി, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു, ഞാനും അതിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് അറിയിക്കാനുള്ള ഒന്നല്ല. നമ്മൾ മരിച്ചു കഴിഞ്ഞാല് നമുക്ക് വേണ്ടി കുറച്ചാളുകൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാനുള്ള സുഹ്ബത്ത്, സഹവാസം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. എത്ര മനുഷ്യന്മാരുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ട ആളായിരുന്നു അദ്ദേഹം, മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മയ്യിത്തൊന്ന് വന്ന് കണ്ട്, ഒരുപക്ഷെ തിരക്കുള്ള സമയത്ത് ചില ആളുകൾക്ക് അങ്ങനെ പോകേണ്ടി വരും. എന്നാലും ഒരു മനുഷ്യനോടുള്ള ഏറ്റവും വലിയ ബാധ്യത എന്താണ്? മയ്യിത്ത് പോയി കാണുക എന്നുള്ളതല്ല, മറിച്ച് ആ മനുഷ്യന് വേണ്ടി നമസ്കരിക്കുക എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ദുനിയാവിൽ പലപ്പോഴും അങ്ങനെയുള്ള സുഹബത്തുകളും അങ്ങനെയുള്ള സഹവാസങ്ങളൊന്നും പലപ്പോഴും ആളുകൾ വളർത്തിയെടുക്കൂല. ഞാൻ മരിച്ചു കഴിഞ്ഞാല് കുറച്ച് ആളുകൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളതാകണം, പ്രാർത്ഥിക്കാനുണ്ടാകണം, എനിക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യാനുള്ള കുറച്ച് നല്ല മനുഷ്യന്മാർ വേണം എന്നൊക്കെയാണ് മനുഷ്യന്മാർ ചിന്തിക്കേണ്ടത്. കൂട്ടുകാരെ ഒരുപാട് ഈ ലോകത്ത് കിട്ടും. പല ടൈപ്പ് കൂട്ടുകാരുണ്ടാവും. നമ്മൾ എന്ത് വേണ്ടാത്തരം വിചാരിച്ചാലും അതൊക്കെ നേടിത്തരാനുള്ള മനുഷ്യന്മാരുണ്ടാവും. പക്ഷെ അവരൊന്നും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. മരിക്കണം എന്നില്ല, ഒന്ന് സൈഡായി കടന്നാ മതി. ആദ്യം 2 ദിവസമൊക്കെ വരും, പോകും, അടുത്ത കൂട്ടുകാരത്ത്. അപ്പൊ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ വരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, എന്നെ മയ്യിത്ത് കുളിപ്പിക്കാൻ, എന്റെ ഖബറിന്റെ അടുത്തേക്ക് വന്ന് എനിക്ക് വേണ്ടി ദുആ ചെയ്യാൻ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി ഓരോ നമസ്കാരത്തിലും പ്രാർത്ഥിക്കുവാനുള്ള സൗഹൃദ വലയം എനിക്ക് വേണം എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഇന്ന ആള് വന്നിരുന്നു, MLA വന്നു, മന്ത്രി വന്നു, ഒന്നും വന്നിട്ട് നമുക്കൊരു കാര്യമല്ല. നമ്മൾ മരിച്ചു കിടക്കുകയാണ്. മക്കൾക്ക് വേണമെങ്കിൽ പറയാം, എന്റെ വാപ്പ മരിച്ചപ്പോ ഇന്നാള് വന്നിരുന്നു, ഇന്നാള് വന്നിരുന്നു. ഇന്ന് പലപ്പോഴും മരണ വീടുകൾ പോലും അതിനുള്ള ചില അടയാളങ്ങളാകാറുണ്ടോ എന്ന് ചിന്തിച്ചു പോകാറുണ്ട്. മരണ വീട് എന്ന് പറഞ്ഞാൽ മരിച്ച വീടാണ്. നമ്മൾ വല്ലാതെ കെട്ട് ആളുകൾ മരിക്കുമ്പോഴേക്ക് അപ്പുറത്തൊരു ചെമ്പ് വെച്ച് അതിൽ കുറച്ച് ബിരിയാണി ഇട്ട് പിന്നെ വരുന്നവർക്കൊക്കെ ഫുഡ് വേണ്ടെന്ന് ആലോചിച്ച് അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട സമയമല്ല മരണ വീട്. അത്യാവശ്യ ആളുകൾക്ക് വല്ല വെള്ളമൊക്കെ വേണമെങ്കിൽ അയൽവാസികൾ അത് തയ്യാറാക്കി വെക്കാൻ വേണ്ടിയത്. മരണ വീട് വരെ ഒരാഘോഷത്തിന്റെ വീടായി തീരുന്നതിന്റെ ചില തുടക്കങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നുണ്ട്. അതിലേക്കല്ല ചിന്തിക്കണ്ടേ. മരിച്ചു വരുന്നാൽ, നമ്മൾ മരിച്ചാൽ നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ ആളുകൾ ഉണ്ടാകണം, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആളുകൾ ഉണ്ടാകണം. അത് മരണപ്പെട്ടു പോയവരോടുള്ള നമ്മുടെ ഒരു ബാധ്യതയാണ്. മരിച്ചു കഴിഞ്ഞാല് കാട്ടിക്കൂട്ടലുകൾ കൊണ്ടൊരു കാര്യമല്ല, ആളുകൾക്കൊരു സമാധാനമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും മതത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ പോലും ചെയ്യുമ്പോ ആളുകൾക്കൊരു സമാധാനം. ഒരാൾ മരിച്ചു,
അപ്പോ അവിടേക്ക് 2 ബോക്സ് ഒക്കെ കൊണ്ടുവന്ന് കുറച്ചാളുകൾ കൂടിയിരുന്ന് ഒന്ന് ഖുർആൻ ഓതി. അതൊന്നും ഇസ്ലാമിലുള്ളതല്ല. കേൾക്കുന്ന ആളുകൾക്ക് ഒരു സമാധാനമായിരിക്കും. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നതാണ്. അപ്പോൾ ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മനുഷ്യൻ മരണപ്പെട്ട സ്ഥലത്തേക്ക് പോകുക. ആ മരണപ്പെട്ട സ്ഥലത്ത് ചെന്നാൽ മരണചിന്തയോടുകൂടി ആ വീട്ടിൽ നിൽക്കുക. അതും പ്രധാനപ്പെട്ടതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഹദർതുമുൽ മരീദ അവിൽ മയ്യിത, നിങ്ങൾ ഒരു രോഗിയെ കാണാൻ ചെന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു മയ്യത്ത് സന്ദർശിക്കാൻ വേണ്ടി ചെന്നു എന്ന് വിചാരിക്കുക. ഫഖൂലു ഖൈറൻ, അവിടെ വെച്ച് നിങ്ങൾ നല്ല വാക്കുകൾ പറയണം. കാരണം ഫഇന്നൽ മലായികത യുഅമ്മിനൂന അലാ മാ തഖൂലൂൻ, നിങ്ങൾ പറയുന്നതിനൊക്കെ അവിടെ അല്ലാഹുവിന്റെ മലക്കുകൾ ആമീൻ പറയുന്നു. നമ്മളൊരു മരിച്ച വീട്ടിൽ ചെന്നാല് ഒരു മയ്യത്താണ് അവിടെ കിടക്കുന്നത്. ആ വീട്ടിലെ ആളുകൾ വലിയ പ്രയാസത്തിലാണ്. നമ്മളൊരു സൈഡിൽ മാറി നിന്ന് തമാശ പറയുന്നതും പൊട്ടിച്ചിരിക്കുന്നതും ഒന്ന് ശരിയല്ല. അതായത് മതപരമായി ശരിയല്ല. അതുപോലെ തന്നെയാണ് ഒരു രോഗിയെ കാണാൻ ചെന്നാലും. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് ഇതിനൊക്കെ ഇസ്ലാമിന്റെ നിയമങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇത് മിമ്പറിൽ നിന്ന് പറഞ്ഞു കൊടുക്കാന്, ഇത് വായിക്കാന്, ഇത് കേൾക്കാന്. അല്ലാത്ത ആളുകളൊക്കെ എന്താ ചെയ്യാന്നറിയോ? ഒരാൾ രോഗിയായി കിടന്നാല് ആ വീട്ടിൽ നിന്ന് അയാളെ വേറൊരു വീട്ടിലേക്ക് മാറ്റും. കാരണം എന്താ? അവർക്ക് ഇങ്ങനെ നിയമങ്ങളൊന്നുമില്ല. പിന്നെ അയാളടുത്ത് ചെന്ന് എന്ത് സംസാരിക്കണം? ഒരാൾ ക്യാൻസർ ആയി കിടക്കുകയാണ്. അപ്പൊ ആളുകൾ പല ടൈപ്പ് ആളുകൾ വരും. അങ്ങനെയുള്ള ക്യാൻസറിലെ എന്റെ എളാപ്പാന്റെ മോനും ഇങ്ങനെ തന്നെയായിരുന്നു. 1 മാസം കൊണ്ട് മരിച്ചുപോയി. നമുക്ക് പറയാൻ പറ്റൂല. നമുക്ക് നിയമമുള്ളതുകൊണ്ട് നമ്മൾ പറയാത്തത്. നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ ആകുന്നത്? നിയമമില്ലാത്ത സമൂഹങ്ങൾ ഇങ്ങനെ ഉണ്ട്. അവര് പറയും ഇനി ആ വീട്ടിൽ നിർത്താൻ പറ്റൂല, കാരണം എല്ലാവരും കൂടി വരും, അയൽവാസികളൊക്കെ വന്നിട്ട് എന്തൊക്കെയാണ് ഈ രോഗിയായി കിടക്കുന്ന മനുഷ്യനോട് പറയാൻ അറിയില്ല. നമ്മൾ എന്താ പറയേണ്ടത് അറിയോ? നമുക്ക് അവിടെ പ്രാർത്ഥനകളുണ്ട്. اللهم رب الناس اذهب البأس اشفي انت شافي لا شفاء الا شفاؤك شفاء لا يغادر سقما. അത് നമ്മൾ പ്രാർത്ഥിക്കണം. തലയിലൊക്കെ തടവി, കയ്യിലൊക്കെ തടവി നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഒരു സമാധാനം കിട്ടണം. اللهم رب الناس, ജനങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവേ, അദ്ഹബിൽ ബഅസ്, പടച്ചോനെ ഈ പ്രയാസം നീ നീക്കം ചെയ്യ റബ്ബേ. ഇശ്ഫി അൻത ഷാഫി, നീയാണല്ലോ റബ്ബേ രോഗത്തെ ശിഫയാക്കുന്നവൻ. ലാ ശിഫാ ഇല്ലാ ശിഫാഉക, നിന്റെ ശമനമല്ലാതെ മറ്റൊരു ശമനമില്ല. ശിഫാ ലാ യുഗാദിറു സഖമ, ഈ രോഗം തിരിച്ചു വരാത്ത രൂപത്തിൽ ഈ രോഗിക്ക് നീ ശിഫ നൽകു റബ്ബേ എന്ന് നമ്മളൊരു മനുഷ്യനെ തടവി പ്രാർത്ഥിക്കണം എന്നാണ്. അതിനെന്തുണ്ട്? കൂലിൻ. ഒരാൾ രാവിലെയാണ് രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി പോകുന്നത് വിചാരിക്കുക, 70,000 മലക്കുകൾ അയാൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. ആർക്കു വേണ്ടി? ഈ സന്ദർശിക്കാൻ ചെന്ന ആളുകൾക്ക് വേണ്ടി. അപ്പൊ നമ്മളൊരു രോഗിയെ സന്ദർശിക്കാൻ പോകുന്നത് വരെ എന്തിനാണ്? നമ്മൾ ചെന്നു എന്നറിയാനല്ല, ഞാനും അവിടെ ചെന്നിരുന്നു എന്ന് അറിയിക്കാനല്ല, ഞാനും അവിടെ പോയിരുന്നു എന്ന് പറയാനല്ല, നമ്മുടെ പരലോകം രക്ഷപ്പെടുത്താനാ, പിന്നെ അയാൾക്കൊരു ആശ്വാസം ലഭിക്കാനാണ്. വൈകുന്നേരമാണ് ഒരാൾ ഒരു രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി പോകുന്നത് എങ്കിൽ സുബഹി വരെ 70,000 മലക്കുകൾ ഈ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കും. ഇന്ന് മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂലൊക്കെ പറയും ലാ ബഅസ്, ഒരു കുഴപ്പമില്ല, തുഹൂറുൻ ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് താങ്കളെ അല്ലാഹു ശുദ്ധീകരിക്കട്ടെ, താങ്കളെ അല്ലാഹു ശുദ്ധീകരിക്കട്ടെ. ഈ രോഗം കാരണം എന്തെങ്കിലുമൊക്കെ തെറ്റോ കുറ്റങ്ങളോ പ്രയാസങ്ങളോ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ അല്ലാഹു ഇതിലൂടെ പുറത്തു തന്ന് ശുദ്ധീകരിക്കട്ടെ. അപ്പോൾ ഒരു രോഗ സന്ദർശനത്തിന് വേണ്ടി പോകുമ്പോ അവിടെ ഒരു മര്യാദയുണ്ട്. ഒരു മരണപ്പെട്ട വീട്ടിൽ പോകുമ്പോ അവിടെ മര്യാദയുണ്ട്. കാരണം ഫഇന്നൽ മലായികത യുഅമ്മിനൂന അലാ മാ തഖൂലൂൻ, നിങ്ങൾ പറയുന്നതിനെല്ലാം അല്ലാഹുവിന്റെ മലക്കുകൾ അവിടെ ആമീൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോ, ഒരു രോഗ സന്ദർശനത്തിന് ചെല്ലുമ്പോ, ഒരു മരണപ്പെട്ട വീട്ടിൽ ചെല്ലുമ്പോ അത് നമ്മുടെ സാന്നിധ്യം അറിയിക്കാനുള്ളതല്ല. അങ്ങനെയാണ് മനുഷ്യന്മാർക്ക് എല്ലാ സ്ഥലവും ചില ആളുകൾക്കെങ്കിലും സാന്നിധ്യമാകണം. എന്തെങ്കിലുമൊക്കെ ഒരു കൊച്ചിമ്പുളി ഉണ്ടാക്കിയാലേ ആളുകൾക്ക് സമാധാനമാകും. പള്ളിയിലെത്തി മൊബൈൽ ഫോൺ ഓർമ്മ ഉണ്ടാകണം. ചിലപ്പോ ഓർമ്മയില്ലാതൊക്കെ സൈലന്റ് ആക്കി അവിടെ നമുക്ക് വേറെ ഏർപ്പാടൊന്നും ആർക്കും ഇല്ല. ഒരാൾ പറഞ്ഞാൽ മതി ഉള്ളെടുത്ത് കഴിഞ്ഞാൽ അറിയിക്കണം കേട്ടോ. ആകെ ആളുകൾ ഉള്ളെടുത്ത് കഴിഞ്ഞു, മയ്യത്താണ് മുന്നിലുള്ളത്. അവിടെ നമ്മൾ ഉണ്ടെന്ന് ആരും അറിയണമെന്നില്ല. നമ്മൾ ചെന്നു, നമ്മൾ നമസ്കരിച്ചു, നമ്മൾ ഇഖ്ലാസോടുകൂടി നമസ്കരിച്ചു, നമ്മൾ തിരിച്ചു പോന്നു, നമുക്കറിഞ്ഞാൽ മതി.
എല്ലാവരും നമ്മൾ അറിയിക്കണം എന്നില്ല. അപ്പൊ അത് ഇസ്ലാമിന്റെ ആ വിഷയത്തിലുള്ള ഒരു മര്യാദയാണ്. എന്ന് മാത്രല്ല, ഒരു മയ്യത്തിനെ കണ്ട് പോരുക എന്നത് മാത്രമല്ല നമുക്കുള്ളത്. മയ്യത്തിനെ കണ്ടു, മുഖം കണ്ടു, തിരിച്ചു പോന്നു, അല്ല, നമുക്ക് അവിടെ ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ അഗ്ഫിർ ലഹു വർഫഅ ദറജതുഹു ഫിൽ മഹ്ദിയീന വഖ്ലുഫുഹു ഫീ അഖബിഹി അൽ ഗാബിരീൻ വഗ്ഫിർ ലനാ വലഹു യാ റബ്ബൽ ആലമീൻ വഫ്സഹ് ലഹു ഫീ ഖബരിഹി വനവ്വിർ ഫീഹി. അത് ഒരു മയ്യത്ത് കാണുമ്പോഴുള്ള പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ചില ആളുകൾ പറയും, ഓല് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ലല്ലോ, മയ്യത്താട് വെക്കുക, കുളിപ്പിക്കുക, ഖബറടക്കുക, പോരാ. അല്ലാഹുവിന്റെ റസൂൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഒക്കെ നമ്മൾ ചെയ്യലുണ്ട്. റസൂല് പറയാത്തത് ചെയ്തിട്ടില്ല. പറയാത്തത് ചെയ്തു കഴിഞ്ഞാല് 2 കൊല്ലം കൂടുമ്പോ ഒന്ന് കാണും, 3 കൊല്ലം കൂടുമ്പോ വേറൊന്ന് കാണും മരണ വീട്ടില്. 10 കൊല്ലം കഴിയുമ്പോ ഇതൊന്നും അല്ലാത്ത വേറൊന്നായിരിക്കും കാണുക. കാരണം എന്താ? അത് റസൂല് പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടില് ഒരു 20 കൊല്ലം മുൻപുള്ള മരണ വീടല്ലപ്പോ. അന്ന് കുറച്ച് ആളുകൾ നമ്മുടെ യാസീനോതും, ഇസ്ലാമിലുള്ള അല്ല. പക്ഷെ ഇപ്പൊക്കെ രൂപങ്ങളൊക്കെ മാറി. അവിടെ പിന്നെ വേറെ കുറെ സംഗതിയായി. പിന്നെ മരണപ്പെട്ട വീട്ടിലേക്ക് പിന്നെ ഒരു 3 ദിവസം മയ്യത്ത് കാണാൻ വേണ്ടി അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പോകാൻ കഴിയാത്ത രൂപത്തിൽ വീടുകൾ മാറി. വലിയ പ്രയാസമാണ്. പ്രത്യേകിച്ച് കുറച്ച് ദാരിദ്ര്യമൊക്കെ ഉള്ള കുടുംബമാണെങ്കിൽ അവിടുത്തെ ആ ചെറുപ്പക്കാരന്റെ കയ്യിലെ ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെടും. കാരണം എന്താ? ശരിക്കും ആദ്യത്തെ 3 ദിവസം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവിടെ തഅസിയത്താണ്. നമ്മൾ ആ കുടുംബത്തിന് ആശ്വാസം നൽകാൻ ചെയ്യേണ്ടവരാണ്. 3 ദിവസം ആ വീട്ടിൽ അവരല്ല ഭക്ഷണം ഉണ്ടാക്കേണ്ടത്, നമ്മൾ അയൽവാസികളെ ഭക്ഷണം കൊടുക്കേണ്ടത്. നമ്മൾ അവിടെ പോയി ഭക്ഷണം കഴിക്കല്ല, നമ്മൾ അവരെ ഭക്ഷണം കഴിപ്പിക്കുക. കാരണം ഭർത്താവ് മരിച്ചു, ഭാര്യ ഒരു സൈഡിൽ കിടക്കുകയാണ്, ഒരു ചെറിയ കുട്ടി ഉണ്ടാവുള്ളൂ. അപ്പോഴും ഇങ്ങനെ ഉമ്മാനടുത്ത് ചെന്നുമ്മ ഇന്നൊരു 10-35 ആള് വരുന്നുണ്ട്, ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കുക? നെയ്ച്ചോറുണ്ടാക്കണോ? മരണപ്പെട്ട ഉമ്മാനോട്. ഉമ്മല്ലാതെ വേറെ ആരുമില്ല. ഇതൊന്നും ഒരു മതനിയമമില്ല എന്ന് മാത്രമല്ല, ഇത് മാനവികതക്ക് പോലും നിരക്കുന്നൊന്നല്ല. കുറെ ആളുകൾ ചെല്ലുക, എന്നിട്ട് ഇസ്ലാം പഠിപ്പിക്കാത്ത കുറെ കാര്യങ്ങൾ ചെയ്യുക, എന്നിട്ട് അവിടുന്ന് ഭക്ഷണം കഴിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ അമ്മ മരിച്ചു, പിന്നെ അന്ന് രാത്രി മുതൽ നമുക്ക് ഭക്ഷണം വിളമ്പുക, ആളുകൾക്ക് കൊടുക്കുക, അതിന്റെ പ്ലേറ്റ് ഓർഡർ ചെയ്യുക, കോഴി ഓർഡർ ചെയ്യുക. ഇങ്ങനെ ഒരു മതം ഉണ്ടാവും? നമ്മളൊന്ന് ആലോചിച്ചു. ഞാൻ കുറ്റപ്പെടുത്താൻ പറയണല്ല, ഞാൻ വളരെ കരുതിയാണ് നിങ്ങളോട് പറയുന്നത്, കുറ്റപ്പെടുത്താനല്ല. അങ്ങനെ ഒരു മതം ഉണ്ടാവും? ഇങ്ങനെ ഇസ്ലാമിലൊരു മതമില്ല. ഇസ്ലാം തഅസിയത്താണ്. നമ്മൾ ഓലെ ആശ്വസിപ്പിക്കണം, നമ്മൾ അവർക്ക് ഭക്ഷണം കൊടുക്കണം, നമ്മൾ ആ വീട്ടുകാരെ ഭക്ഷണം കഴിപ്പിക്കണം, അവരുടെ കടബാധ്യതകൾ ഉള്ളത് വീട്ടാൻ സഹായിക്കണം. വീണ്ടും കടബാധ്യത ഉണ്ടാക്കല്ല. അപ്പൊ ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട ഒന്നാണ്. അതിലൊന്നാണ് നമ്മൾ മയ്യത്ത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ അഗ്ഫിർ ലഹു, അല്ലാഹുവേ ഈ മനുഷ്യനെ നീ പുറത്തു കൊടുക്കണം റബ്ബേ. വർഫഅ ദറജതുഹു ഫിൽ മഹ്ദിയീന, സന്മാർഗം സിദ്ധിച്ച ആളുകളുടെ കൂട്ടത്തിലേക്ക് ഈ മനുഷ്യന്റെ പദവിയെ നീ ഉയർത്തണം റബ്ബേ. വഖ്ലുഫുഹു ഫീ അഖബിഹി ഫിൽ ഗാബിരീൻ, ഈ മരണപ്പെട്ടു പോയ മനുഷ്യന് പിൻഗാമികളായി കൊണ്ട് ഈ കുടുംബത്തിൽ നിന്ന് നീ ആളുകളെ ഉണ്ടാക്കണം റബ്ബേ. വഗ്ഫിർ ലനാ വലഹു യാ റബ്ബൽ ആലമീൻ, അല്ലാഹുവേ ഞങ്ങൾക്കും ഇയാൾക്കും നീ പുറത്തു കൊടുക്കണം റബ്ബേ. വഫ്സഹ് ലഹു ഫീ ഖബരിഹി വനവ്വിർ ലഹു ഫീഹി, ഇദ്ദേഹത്തിന്റെ ഖബർ നീ വിശാലമാക്കണം റബ്ബേ. ഇദ്ദേഹത്തിന്റെ ഖബറിലേക്ക് നീ സ്വർഗ്ഗ ദർശനം നൽകണം പടച്ചവനെ. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ്. അപ്പൊ മയ്യത്തിനെ കാണുമ്പോൾ നമുക്കൊരു പ്രാർത്ഥനയുണ്ട്. അതും നമുക്കും മയ്യത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അത് നമ്മൾ പഠിക്കണം, നമ്മളത് ചൊല്ലണം, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. അതുപോലെ തന്നെ പിന്നെ ജനാസയെ കുളിപ്പിക്കുക, കഫൻ ചെയ്യുക, നമസ്കരിക്കുക, ഖബറടക്കം നടത്തുക. ഇത് വളരെ പെട്ടെന്ന് നടത്തണം ഇസ്ലാമിൽ. കാരണം എന്താ നിങ്ങള്? കാരണം മരിച്ചു കഴിഞ്ഞാൽ ഈ റൂഹ്, ആത്മാവ് കൊതിക്കുന്നത് വളരെ പെട്ടെന്ന് ഖബറടക്കം ചെയ്യാനാണ്. നമ്മളെ കുറിച്ച് ആളുകൾ പലപ്പോഴും പരാതിയായി പറയും, ഇത് മരിച്ചു എന്ന് കേട്ടു, ഇനി പെട്ടെന്ന് കഴിട്ടോ, കത്തുക്കാൻ നേരം ഉണ്ടാവില്ല എന്ന് ഇതര മതസ്ഥരായ ആളുകളൊക്കെ പറയും. കാരണം എന്താ അറിയോ? നമുക്ക് ഒറിജിനൽ ലോകം വരുന്നത് പിന്നീടാണ്. അല്ലാത്തവർക്ക് അങ്ങനെയല്ല, ഇവിടെ കഴിഞ്ഞാൽ കഴിഞ്ഞു.
നമുക്ക് ഇവിടെ അല്ല, പിന്നെയാണ് ചെയ്ത കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം അനുഭവിക്കുന്നത്. അതുകൊണ്ട് അത് വളരെ പെട്ടെന്നാക്കണം എന്നല്ലാഹു റസൂൽ പറഞ്ഞു. ഇദാ മാത അഹദുക്കും, നിങ്ങളിൽ ഒരാൾ മരണപ്പെട്ടാൽ ഫലാ തഹ്ബിസൂഹു, അതിനെ നിങ്ങൾ വെറുതെ തടഞ്ഞു വെക്കരുത്. വഅസ്റഉ ബിഹി ഇലാ ഖബരിഹി, വളരെ പെട്ടെന്ന് ഖബറിലേക്ക് നിങ്ങൾ എത്തിക്കണം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വെറുതെ ചെറിയ ചെറിയ കാരണങ്ങളുടെ പേരിൽ എന്ത് ചെയ്യരുത്, സമയം അങ്ങനെ നീട്ടരുത്. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. ഒരാൾ മരിച്ചു, നമുക്ക് എത്താൻ കഴിയുന്ന ഒരു അവസ്ഥയിലല്ല, അപ്പൊ നമ്മൾ വെറുതെ എന്ത് ചെയ്യരുത്, സമയം നീട്ടരുത്. അതുകൊണ്ടാണ് നമ്മുടെ മരണങ്ങളൊക്കെ വളരെ പെട്ടെന്ന് ഖബറടക്കുന്നത്. ഇദാ ബുദിഅത്തിൽ ജനാസ ഫഹ്തമലഹ റിജാലു അലാ അഅനാഖിഹിം, ഒരു ജനാസ ആളുകൾ അവരുടെ ഉൻകിലേക്ക്, അവരുടെ കഴുത്തിലേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ആ മയ്യത്ത് കട്ടിൽ വെച്ചാൽ, ഫഇൻ കാനത സ്വാലിഹത്തുൻ, നല്ല മനുഷ്യനായി ജീവിച്ച ഒരാളാണെങ്കിൽ, ഖാലത്ത് ഖദ്ദിമൂനി ഖദ്ദിമൂനി, ആ ആത്മാവ് പറയുമെന്നാണ്, എന്നെ വളരെ പെട്ടെന്ന് നിങ്ങൾ ഖബറിലേക്ക് കൊണ്ടുപോകുക. അപ്പൊ ആത്മാവിന്റെ ആഗ്രഹമാണത്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ആ മനുഷ്യൻ എന്താ ആഗ്രഹിക്കുക, പടച്ചോൻ എന്നെ വളരെ പെട്ടെന്ന് ഖബറിലേക്ക് എത്തിക്കണം, എന്റെ വിചാരണ കഴിഞ്ഞ് എനിക്ക് സ്വർഗീയമായ അനുഭൂതി ഖബറിൽ വേണം. വഇൻ കാനത ഗൈറ സ്വാലിഹത്തുൻ, നല്ല മനുഷ്യനല്ലെങ്കിൽ കാലത്ത് പറയും, യാ വൈലഹ, എന്റെ നാശമേ, ഐന യദ്ഹബൂന ബിഹാ, എങ്ങോട്ടാണ് എന്നെയും കൊണ്ട് പോകുന്നത് എന്നും ചോദിക്കുന്ന. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മെ നന്നാകാൻ പ്രചോദിപ്പിക്കുന്ന പദങ്ങളാണ് ഇതൊക്കെ. നമുക്ക് കുറച്ചു കാലേ ഉള്ളൂ, വളരെ കുറച്ചു കാലം. യൗവനം, കൗമാരം പെട്ടെന്ന് കഴിഞ്ഞു പോകും. യൗവനം നമ്മൾ വളരെ പെട്ടെന്ന് പ്രവേശിക്കും, വിവാഹം കഴിയും, മക്കളുണ്ടാകും. ഒരു 40 വയസ്സ് 45 50 ഒക്കെ ഇങ്ങനെ എത്തുമ്പോഴേക്ക് നമ്മൾ പിന്നെ ഔട്ടാണ്, പിന്നെ നമ്മുടേതല്ല. നമ്മളടക്കല്ലോ പ്രായമായി നമ്മെ ആളുകൾ ഇങ്ങനെ ബഹുമാനിക്കാൻ വേണ്ടി ബഹുമാനിക്കാൻ, നമ്മൾ സത്യത്തിൽ പിന്നോട് ആവശ്യമല്ല. എന്നാലോ പരലോകത്ത് ആവശ്യം. ആർക്കും നഷ്ടവും കൂടുതൽ സംഭവിക്കൂല, അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കാരണം മക്കൾ അപ്പോഴേക്ക് വിവാഹം കഴിച്ചു, അജണ്ടകൾ വേറെ. സങ്കടം ഉണ്ടാവില്ല എന്നാണോ? അല്ല, സങ്കടം ഉണ്ടാവും. പക്ഷെ അതൊക്കെ പൊരുത്തപ്പെട്ടു പോവും. നമുക്ക് തോന്നാൻ പോകൂല. ഭാര്യ മരിച്ചു, ഭർത്താവ് വേറെ വിവാഹം കഴിക്കാം. ഭർത്താവ് മരിച്ചു, ഭാര്യയെ വേറെ വിവാഹം കഴിപ്പിക്കാം. നമ്മുടെ കാര്യം നമ്മൾ മാത്രം. നമ്മളെ മക്കളെ കാര്യം, നമ്മൾ നമ്മുടെ മക്കൾക്ക് ഒരു പെരുന്നാളിന് എത്ര ഡ്രസ്സ് എടുത്തു കൊടുക്കുക? 1 എടുത്തു കൊടുക്കും. നമ്മൾ മരിച്ചാൽ ചിലപ്പോൾ 3 ഡ്രസ്സ് ഇട്ടും നമ്മുടെ മക്കൾ, അല്ലെങ്കിൽ 5 ഡ്രസ്സ് ഇട്ടും. കാരണം എന്താ? ജ്യേഷ്ഠനൊന്നും എടുത്തു കൊടുക്കും, അനിയനൊന്നും എടുത്തു കൊടുക്കും, കൂട്ടുകാരനൊന്നും എടുത്തു കൊടുക്കും. നമ്മക്ക നഷ്ടപ്പെടുക, നമ്മളെ മക്കൾക്കൊന്നും ഒന്നും നഷ്ടപ്പെടൂല. അവരൊക്കെ വളരും, നമ്മളൊക്കെ അങ്ങനെ വളർന്നു വലുതായിട്ടല്ലേ. പക്ഷെ നമ്മുടെ കാര്യം നമ്മളെ ചെയ്യാനുണ്ടാവുള്ളൂ. അതുകൊണ്ട് ആരോഗ്യമുള്ള കാലം ഉപയോഗപ്പെടുത്തണം. പ്രായമായി കഴിഞ്ഞാൽ ഉപയോഗപ്പെടുത്താൻ കഴിയില്ല. പ്രായമാകാൻ കാത്തു നിൽക്കരുത്. ഒരു ഉംറ പോലും വളരെ കൃത്യമായി ആരോഗ്യത്തോടുകൂടി പ്രായമായാൽ നിർവഹിക്കാൻ കഴിയില്ല. ഉരവേദന, കാലുവേദന, മുട്ടവേദന 7 പ്രാവശ്യം തവാഫ് ചെയ്യണല്ലോ. അത് താഴെ കൂടെ തവാഫ് ചെയ്തിട്ടില്ലെങ്കിൽ മുകളിലൂടെ തവാഫ് ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു 5 കിലോമീറ്ററിന് അപ്പുറം ഉണ്ടാവും. പിന്നെ നമുക്ക് സഅയ് ചെയ്യാൻ വേണ്ടി പോകണം. അത് സഫയിൽ നിന്ന് മർവയിലേക്കും, മർവയിൽ നിന്ന് സഫയിലേക്കും 7 പ്രാവശ്യം നടക്കുമ്പോഴേക്ക് നമ്മള് ആ ഇതിലൂടെയൊക്കെയാണ് നടക്കുമ്പോൾ തന്നെ കാലൊക്കെ കുഴഞ്ഞ് പ്രയാസപ്പെടും. നമുക്ക് പ്രാർത്ഥിക്കാനൊന്നും കഴിയില്ല. ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി എന്ന് നമുക്ക് തോന്നും. പക്ഷെ ആരോഗ്യമുള്ള കാലം അങ്ങനെയല്ല. ആരോഗ്യമുള്ള കാലത്താണ് കൂടുതൽ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടതും കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കേണ്ടതും. അതുകൊണ്ട് നല്ല മനുഷ്യനായോ അള്ളാഹുവിലേക്ക് വളരെ പെട്ടെന്ന് ഖബറിലേക്ക് എത്തിക്കാൻ വേണ്ടി പറയും എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊന്ന്, മരണപ്പെട്ട മനുഷ്യരോടുള്ള നമ്മുടെ ഒരു ബാധ്യതയാണ് മയ്യത്ത് കുളിപ്പിക്കുക എന്നുള്ളത്. മയ്യത്ത് കുളിപ്പിക്കുക എന്നുള്ളത്. പക്ഷെ നമ്മുടെ നാട്ടില് മയ്യത്ത് കുളിപ്പിക്കുക എന്നത് വലിയൊരു പ്രവർത്തനമൊന്നുമല്ല. പക്ഷെ പലപ്പോഴും ആളുകൾക്ക് അത് കഴിയില്ല. ബാപ്പ മരിച്ചു, 3 മക്കളുണ്ട്, കയറാൻ കഴിയുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ചില ആളുകളൊക്കെ നാട്ടിൽ മരിച്ചാൽ മയ്യത്ത് കുളിപ്പിക്കാനൊന്ന് കേറി നോക്കാം. എന്നിട്ട് കുളിപ്പിക്കുന്നതൊക്കെ നമ്മളൊന്ന് കാണുക, അതിന്റെ കൂടെ ഒന്ന് നിൽക്കുക. അതിന് നമുക്ക് കഴിയണം, അത് നമ്മൾ ശ്രദ്ധിക്കണം എന്ന് മാത്രമല്ല, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയും നമുക്ക് നിയമം പറഞ്ഞു. ഇതൊക്കെ ഇസ്ലാമിലെ നിയമമാണല്ലോ. മൻ ഖസല മയ്യിതൻ, ഒരാൾ മയ്യത്ത് കുളിപ്പിച്ചു, ഫൽയഗ്സിലു ബിസിദ്ദിയത്തിൻ, ആ കുളിപ്പിക്കുന്നത് രഹസ്യമായി കുളിപ്പിക്കണം. അങ്ങനെ പറഞ്ഞാ ആ കുളിപ്പിക്കുമ്പോ അയാളുടെ നഗ്നതയൊക്കെ രഹസ്യമാക്കി വെക്കണം.
നഗ്നതയിലേക്ക് പരമാവധി നോക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്. അതിനൊക്കെ ഒരു രഹസ്യ സ്വഭാവം ഉണ്ടാകണം. അപ്പൊ അതിന് ഏറ്റവും നല്ലതാരാണ്? ഏറ്റവും നല്ലത് ബന്ധുക്കളാണ്. ഭർത്താവ് മരിച്ചാൽ ഭാര്യക്ക് കുളിപ്പിക്കാം, ഭാര്യ മരിച്ചാൽ ഭർത്താവിന് കുളിപ്പിക്കാം. നിർബന്ധമല്ല, കുളിപ്പിക്കാം. ഒരാൾക്ക് കഴിഞ്ഞോണമെന്നില്ല, സമയത്ത് കഴിഞ്ഞോ കുളിപ്പിക്കാം. മക്കളുണ്ടോ അവർക്ക് അതിനുള്ളിലേക്ക് കയറാൻ കഴിയണം. എന്നിട്ട് സ്വസ്ഥതയോടെ സന്തോഷത്തോടെ അത് കുളിപ്പിക്കാൻ വേണ്ടി കഴിയണം. എന്തെങ്കിലും ഒരു ന്യൂനത ആ മയ്യത്തിന്റെ ശരീരത്തിലുണ്ടോ അതൊരാളോട് പറയാൻ പറ്റില്ല. നിയമമാണ് നമ്മളെ. മയ്യത്തിന്റെ ശരീരത്തിൽ എന്തെങ്കിലും ന്യൂനത ഉണ്ടോ ഒരാളോടും അത് പറയാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു. അപ്പോ മയ്യത്ത് കുളിപ്പിക്കുക, അതിന്റെ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കുക, അതിന്റെ ന്യൂനതകൾ പറയാതിരിക്കുക എന്നതൊക്കെ നമ്മൾ പാലിക്കേണ്ട ഒരു മര്യാദയാണ്. അതുപോലെ തന്നെയാണ് മയ്യത്ത് പള്ളിയിലേക്ക് വേണ്ടി നമ്മൾ കൊണ്ടുപോകും, അതിനെ പിന്തുടരുക ഏറെ പ്രതിഫലമുള്ള ഒരു കാര്യമാണ്. എന്ന് മാത്രമല്ല, മൗനമായിട്ടാണ് അത് പോകേണ്ടത്. മൗനമായിട്ടാണ് മയ്യത്തിനെ കൊണ്ടുപോകേണ്ടത്. പിന്നെ നമ്മുടെ വാക്കുകൾക്കൊന്നും ഒരു അർത്ഥമല്ല അവിടെ. കാന അസ്ഹാബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യക്റഹൂന റഫ്ഉ സൗത്തി ഇൻദ സലാത്തിൻ. 3 സന്ദർഭങ്ങളിൽ ശബ്ദമുയർത്തുന്നതിനെ പ്രവാചകന്റെ സഹാബത്ത് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. ഒന്ന് ഇൻദൽ ഖിതാലി, യുദ്ധത്തിന്റെ സമയത്ത്. വെറുതെ ഒച്ചപ്പൊലി ഉണ്ടാക്കി കണ്ടണ്ട് യുദ്ധത്തിന്റെ സമയത്ത് വരെ ഇഷ്ടമല്ല എന്നുള്ളതാണ്. കാരണം എന്താ? അള്ളാഹുവിന്റെ വജൂഹ് ഉദ്ദേശിച്ചിട്ടാ. വഇൻദൽ ജനായിസി, മയ്യത്തിനെ അനുഗമിക്കുന്ന സമയത്ത്. വഇൻദൽ ദിക്രി, ദിക്ർ പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത്. പ്രാർത്ഥന നമുക്കുള്ളതാണ്. നമ്മൾ മൗനമായി അള്ളാഹുവിനോട് കാര്യങ്ങൾ പറഞ്ഞാൽ മതി. അപ്പോൾ മയ്യത്തിനെ പിന്തുടരുക എന്നത് പ്രതിഫലമുള്ള കാര്യമാണ്. മൻ ശഹിദൽ ജനാസത ഹത്താ യുസല്ലി അലൈഹാ ഫലഹു ഖിറാത്തുൻ വമൻ ശഹിദഹ ഹത്താ തുദ്ഫന കാന ലഹു ഖിറാത്വാനി. ഒരാൾ മയ്യത്തിനെ അനുഗമിച്ചു, നമസ്കാരത്തിൽ പങ്കെടുത്തു, അയാൾക്ക് ഒരു ഖിറാത്ത് പ്രതിഫലം. നമസ്കാരത്തിൽ പങ്കെടുത്തതിന് ശേഷം ഖബറടക്കത്തിൽ പങ്കെടുത്തു, അയാൾക്ക് ഖിറാത്വാനി, 2 ഖിറാത്ത് പ്രതിഫലം. അപ്പൊ നബിയോട് ചോദിച്ചു, നബിയെ ഈ ഖിറാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മിസ്ലൽ ജബലൈനിൽ അളീമൈനി, അത് വലിയ 2 പർവ്വതങ്ങളാണ്. അപ്പൊ അത്രയും പ്രതിഫലമുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് ഈ മരണപ്പെടുക എന്ന, മരണപ്പെട്ടു എന്ന് കേൾക്കുന്നത് തന്നെ നമ്മുടെ മരണത്തെ കുറിച്ചുള്ള ഓർമ്മയാണ്. അങ്ങനെ ഒരാൾ മരിച്ചാൽ നമുക്ക് ആ മരിച്ച വ്യക്തിയോടുള്ള ബാധ്യതകളും കടമകളും നിർവഹിക്കുക എന്നത്, അയാളോടുള്ള ബാധ്യതകളും കടമകളും നിർവഹിക്കുക എന്നതിന്റെ കൂടെ തന്നെ നമുക്കും ഒരുപാട് പ്രതിഫലം ലഭിക്കുന്ന ഒന്നാണ്. അതല്ലാതെ നമ്മുടെ സാന്നിധ്യം അറിയിക്കാനോ നമ്മൾ എത്തി എന്നറിയിക്കാനോ ഉള്ളതൊന്നുമല്ല. എന്ന് മാത്രമല്ല, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ മരണപ്പെട്ട് ആ മനുഷ്യന് അദ്ദേഹത്തിന്റെ നമസ്കാരത്തിൽ മാമിൻ റജുലിൻ മുസ്ലിമിൻ യമൂതു ഫയഖൂമു അലാ ജനാസതിഹി 40 റജുലൻ, 40 മനുഷ്യന്മാർ അയാൾക്ക് വേണ്ടി ജനാസ നമസ്കരിക്കാനുണ്ടായാൽ. എങ്ങനെയുള്ള മനുഷ്യന്മാര്? ലാ യുശ്രികൂന ബില്ലാഹി ശൈആ, അല്ലാഹുവിൽ പങ്കു ചേർക്കാത്ത. നിങ്ങൾ അതിന്റെ പ്രയോഗം നോക്കി. മയ്യത്ത് സ്കരിക്കാൻ കുറെ ആളുകൾ ഉണ്ടാവും, പക്ഷേ പ്രാർത്ഥനയിൽ, നേർച്ചയിൽ, വഴിപാടുകളിൽ അള്ളാഹുവിനെ പങ്കു ചേർക്കാത്ത 40 മനുഷ്യന്മാരുണ്ടെങ്കിൽ ആ മനുഷ്യന് അള്ളാഹുവിന്റെ അടുക്കൽ പ്രത്യേകമായ ശുപാർശയുണ്ട് എന്ന്, അത് അള്ളാഹുവിന്റെ അടുക്കൽ ഒരു ശുപാർശയായി മാറും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തോട് വിട പറയേണ്ട ആളുകളാണ് നാം. നമ്മുടെ മരണത്തെ കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാ സന്ദർഭങ്ങളിലും ഉണ്ടാകാറുണ്ട്. മരണപ്പെട്ടു എന്ന് കേൾക്കുന്നത് മുതൽ മരണാനന്തര കർമ്മങ്ങളിൽ നാം പങ്കെടുക്കുന്നത് മരണപ്പെട്ട വ്യക്തിക്കും അതിലേറെ നമ്മുടെ പരലോക ജീവിതത്തിന് ഉതകുന്ന സൽക്കർമ്മങ്ങളാണ്. അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പാലിച്ച് ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. മരണാനന്തര കർമ്മങ്ങളിലെ കാര്യങ്ങളും പ്രാർത്ഥനകളും ഒക്കെ പരമാവധി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിച്ചു വെക്കണം. മരിച്ചു കഴിഞ്ഞാലുള്ള മയ്യത്ത് നമസ്കാരം നമ്മളത് പഠിക്കണം.
നമുക്കറിയുന്നതാണ്. ചില ആളുകളെങ്കിലും അശ്രദ്ധയോടുകൂടി പലപ്പോഴും അത് അറിയാത്ത ആളുകളുണ്ടാവും. എല്ലാം നമുക്ക് അറിയുന്നതാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ 4 തക്ബീറുകൾ മയ്യത്ത് നമസ്കാരത്തിനുണ്ട്. ഇതിൽ ഒന്നാമത്തേതിൽ ഫാത്തിഹയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. രണ്ടാമത്തേതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സ്വലാത്താണ്, അതും നമുക്കറിയുന്നതാണ്. മൂന്നാമത്തേത് മയ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന നമ്മൾ പഠിച്ചു വെക്കണം. നാലാമത്തേത് അല്ലാഹുമ്മ ലാ തഹരിംനാ അജ്റഹു വലാ തഫ്തിന്നാ ബഅദഹു വഅഫിർ ലനാ വലഹു. അതല്ലെങ്കിൽ അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന എന്ന പ്രാർത്ഥനകളൊക്കെ ചൊല്ലാം. അപ്പൊ അതിലും ആ നാലാമത്തെ പ്രാർത്ഥനയിലും, മൂന്നാമത്തെ പ്രാർത്ഥന കുറച്ച് വലിയ പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ അഗ്ഫിർ ലഹു വറഹംഹു വഅഫിഹി വഅഫു അൻഹു എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന അത് നമ്മൾ പഠിക്കണം. അതിന്റെ അർത്ഥവും ആശയവും നമ്മൾ പഠിക്കണം. നമ്മുടെ വാപ്പ മരിച്ചു, മകനാണ് ഇമാമിക്കുന്നത്, നമ്മൾ അർത്ഥം അറിഞ്ഞ് പ്രാർത്ഥിക്കണ്ടേ? അപ്പൊ നമ്മൾ അതിന് ശ്രദ്ധ പുലർത്തണം. നാലാമത്തേത് നമ്മൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ, നമ്മൾ അതിലും നമ്മുടെ കാര്യമാണ് പറയുന്നത്. അല്ലാഹുമ്മ ലാ തഹരിംനാ അജ്റഹു, അല്ലാഹുവേ അദ്ദേഹത്തിന്റെ ഈ മയ്യത്ത് കർമ്മങ്ങളിലൊക്കെ ഞങ്ങൾ പങ്കെടുത്തു, അതുകൊണ്ട് അല്ലാഹുവേ അതിനുള്ള പ്രതിഫലം ഞങ്ങൾക്ക് നീ തടയരുത് റബ്ബേ എന്നാണ് നമുക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. നമുക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്, ഞങ്ങൾക്ക് അതിനുള്ള പ്രതിഫലം നീ തടയരുത് റബ്ബേ. വലാ തഫ്തിന്നാ ബഅദഹു, അദ്ദേഹത്തിന്റെ മരണശേഷം ഞങ്ങളെ നീ ഫിത്നയിലാക്കരുത് റബ്ബേ, ഞങ്ങളെ നീ ദുർമാർഗത്തിലാക്കരുത് റബ്ബേ. വഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് നീ പുറത്തു തരണം റബ്ബേ. വലഹു, അദ്ദേഹത്തിന് നീ പുറത്തു തരണം റബ്ബേ. ഇനി റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ആണെങ്കിലോ അത് നമുക്കുള്ള പ്രാർത്ഥന. ഒരു മരണാനന്തര കർമ്മങ്ങളിൽ നാം പങ്കെടുക്കുമ്പോ ബാക്കിയുള്ള ആളുകളൊന്നും പങ്കെടുക്കുന്നത് പോലെ അല്ല നമ്മൾ പങ്കെടുക്കേണ്ടത്. നമ്മളത് മരിച്ചു എന്ന് കേട്ടത് മുതൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്നത് മുതൽ നമ്മൾ അതിൽ പങ്കാളിയാകുന്നതും പോകുന്നതൊക്കെ നമ്മുടെ പരലോകത്തിന് വേണ്ടിയാണ് എന്ന ഓർമ്മയോടുകൂടി പോയാൽ ഒരു മരണത്തിൽ നാം പങ്കെടുത്താൽ ഒരുപാട് പ്രതിഫലങ്ങൾ അതിന് നമുക്ക് ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യരെന്ന നിലക്ക് സ്വാഭാവികമായി നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും അബദ്ധവശാലും ഒക്കെ സംഭവിച്ചു പോയ വീഴ്ചകൾ, ന്യൂനതകൾ, കുറവുകൾ റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽപ്പക്കക്കാർ, ഗുരുനാഥന്മാർ, മുസ്ലിം സഹോദരങ്ങൾ, ഞങ്ങളെ ഒരുപാട് സ്നേഹിച്ചിരുന്നവർ, ഞങ്ങളും ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നവർ, അല്ലാഹുവേ അവരുടെ ഖബറിടം നീ വിശാലമാക്കണം റഹ്മാനെ. അല്ലാഹുവേ അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. അല്ലാഹുവേ മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണം റബ്ബേ. ബർസഖിയായ ലോകത്തും മഹ്ശറയിലും വിചാരണയുടെ സമയത്തും സ്വർഗീയമായ അനുഭൂതി നൽകി സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ മാനസികമായി, ശാരീരികമായി, സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവർ റഹ്മാനെ, അവരുടെ പ്രയാസങ്ങൾ നീ ദൂരീകരിക്കണം റഹ്മാനെ. അല്ലാഹുവേ പ്രാർത്ഥിക്കാൻ വേണ്ടി വസിയ്യത്ത് ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകൾ, അല്ലാഹുവേ അവരുടെ നല്ല ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിച്ചു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ പ്രായമായ ഒരുപാട് സഹോദരങ്ങൾ അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ നീ ലഘൂകരിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജാഅതി നിഖമതിക വജമീഇ സഖതിക. അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين.